സ്വത്ത് എത്ര വേണം? ഒരു കഥ പറയട്ടെ. സിൽബാരിപുരം ദേശത്തിലെ ഒരു ഗുരുകുലമാണ് രംഗം. അവിടെ ആഴ്ചയിലൊരിക്കൽ പൊതുജനങ്ങളുടെ സംശയ നിവൃത്തി വരുത്തുന്നതിനും ഉപദേശം നൽകുന്നതിനുമായി ഗുരുജി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഗുരുജി, ഒരുവന് സമ്പത്ത് എത്ര വരെയാകാം? സമ്പാദിക്കുന്നതൊരു തെറ്റാണോ? ഗുരുജി പ്രതിവചിച്ചു, സമ്പാദിക്കുന്നതൊരിക്കലും തെറ്റല്ല. പക്ഷെ അമിതമായും അന്യായ മാർഗത്തിലൂടെയും ഒരു വെള്ളി നാണയം പോലും ആരും സമ്പാദിക്കാൻ പാടില്ല. അതിനുശേഷം ഗുരുജി എണീറ്റുപോയി. അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നതിനായി ധാരാളം കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ കുട്ടയുമായി നേരെ കോഴിക്കൂട്ടിലേക്ക് നടന്നു. ഏകദേശം 20 മുട്ടയോളം കുട്ടയിൽ വെച്ച് തിരികെ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് സംശയം ചോദിച്ച ആളിനെ ഗുരുജി അടുത്തേക്ക് വിളിച്ചു. കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു. അയാളുടെ കൈയിലേക്ക് മുട്ടകൾ ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി. അയാൾ ആദ്യമൊക്കെ മുട്ടകൾ ഇരു കൈയും ചേർത്തു പിടിച്ചു ശേഖരിച്ചു. എന്നാൽ ഗുരുജി ഒന്നും മിണ്ടാതെ കൊടുത്തുകൊണ്ടിരുന്നു. അയാൾ മുട്ട താഴെ പോകാതിരിക്കാൻ വിഷമിച്ചു. ഗുരുജി, മതി, എനിക്ക് പിടിക്കാനാവില്ല, ദയവായി നിർത്തൂ. എങ്കിലും ഗുരുജി അതിനുമേൽ വെച്ചുകൊണ്ടേയിരുന്നു. മുട്ട താഴെ വീഴാതിരിക്കാൻ വെപ്രാളപ്പെട്ടപ്പോൾ കയ്യിലെ 10-ലധികം മുട്ടകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി താഴെ വീണ് പൊട്ടിച്ചിതറി. അതിനുശേഷം ഗുരുജി എല്ലാവരോടുമായി പറഞ്ഞു, സമ്പത്ത് സമ്പാദിക്കുന്നതും ഇതുപോലെയാണ്. നമുക്ക് വേണ്ടത് മാത്രമേ കയ്യിൽ ശേഖരിക്കാവൂ. കൂടുതൽ സമ്പത്താകുമ്പോൾ ആദ്യം ഇതെല്ലാം കൈവിട്ട് താഴെ പോകുമോ എന്ന് പേടി തുടങ്ങും. മനസമാധാനം പോകും, ദുഃഖിക്കും, അത് രോഗങ്ങളിലെത്തിക്കും. അങ്ങനെയുള്ള ചിലർക്ക് മാനസിക, ശാരീരിക, ആത്മീയ ആരോഗ്യവും നഷ്ടപ്പെട്ട് സർവ്വസമ്പത്തും അനുഭവിക്കാനാവാതെ പോയേക്കാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.